കന്യാസുതനേ ദൈവകുമാര മണ്ണിൻ രക്ഷകനേ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മനുഷ്യൻ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും പാപിയാണ്. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി വേർപെടുത്തിയിരിക്കുന്നു. അതിന് ആത്മീയ മരണം എന്ന് വിളിക്കുന്നു. അങ്ങനെയുള്ള ഒരാൾക്കുള്ള ശിക്ഷ നരകമാണ്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ ഭാരം സ്വയം ഏറ്റെടുക്കുകയും ക്രൂശിലെ മരണം സഹിക്കുകയും ചെയ്തു. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. മരണത്തെയും പാപത്തെയും കീഴടക്കി. തന്നിൽ വിശ്വസിക്കുന്ന ഏവരെയും സ്വീകരിക്കുകയും അവർക്ക് ദൈവമക്കളാകുവാനുള്ള അധികാരം നൽകുകയും ചെയ്യുന്നു. അവനെ പിതാവ് എന്ന് വിളിക്കുവാനുള്ള അവകാശം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.